ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പാർക്കിൾ ഡ്യൂഡ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ അധികം റെയിൽവേ സ്റ്റേഷനിൽ ഇൻട്രോ എടുക്കല്, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇൻട്രോ എടുക്കുന്നത്. ഇപ്പോൾ സമയം വന്നാൽ 1 മണിയായി ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെന്നൈയിലേക്ക് പോക്കാണ് ഗൈസ്. അപ്പോൾ എന്തിനാണെന്ന് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗിൽ ഇതിന് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വ്ളോഗ് ഫുള്ള് സ്കിപ്പ് ചെയ്യാൻ കാണണം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഉള്ളിലേക്ക് പോട്ടെന്താ അവസ്ഥ, ചങ്ങായി വരാണ്ട് ഓനം കൂടി കാത്തുനിന്നിട്ട് നമുക്ക് നേരെ നോക്കാം. മുബി സുഖല്ലേ? സമയം 12:30, 1:30 ട്രെയിന്. ഓക്കെ, ഗൈസ് അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ടൈം ആയിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മൾ ട്രെയിനിൽ കയറിയതിന് പിന്നെ നമുക്ക് 10-12 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മേലെ കടന്ന് ഉറങ്ങിയതാണ് ഗൈസ്, ഒന്നും നോക്കിയില്ല. ഓക്കെ, ട്രെയിൻ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഗൈസ്. ലൈറ്റ് ആയിക്കൊണ്ടേ നിൽക്കുന്ന എല്ലാ സ്റ്റോപ്പിലും ബസ്സുകൾ, എല്ലാ സ്റ്റോപ്പിലും നിർത്തി 10 മിനിറ്റിലാണ് നാട് നച്ചി നമ്മൾ പോസ്റ്റാക്കണം. നമ്മൾ 1:00 വേണ്ടത് 3, ആദ്യം 10 വിട്ടത്, ആടെ 2 മണിക്കൂർ ലേറ്റ്. അതിന് ശേഷം നിങ്ങൾക്ക് 4 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ 6:40 എത്തുന്നതാണ്. ഇപ്പോൾ 6:40 ഇപ്പോൾ ഇനി 7:15 പോയിട്ട് വച്ചില്ല, അങ്ങനെ പോയി മറ്റന്മാരെ ഇപ്പോൾ ഇല്ല. കുഴപ്പമില്ലാത്ത ബിരിയാണി, ട്രെയിനിലെ ബിരിയാണി മേടിച്ചോ, ചിക്കൻ ബിരിയാണി. ഗായ്സ് എന്താണെന്നല്ല, ട്രെയിന് വല്ലാത്തൊരു കുലുക്കം. നമ്മൾ ചായ മേടിച്ചതിന് ശേഷം ചായ ഭയങ്കര കുലുക്കോ, ചായ മറിയോന്നറിയില്ല. പിന്നെ നമ്മൾ കട്ട്ലേറ്റും പിന്നെ ഗോബി മഞ്ചൂരിയും മേടിച്ച് അടിക്കുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ കാലുകുത്തിയിട്ടുണ്ട്, ഒന്നും നോക്കിയല്ല. പിന്നെ നമ്മൾ വേഗം പുറത്തിറങ്ങിയോട് നല്ല കിടലത്തെ കാഴ്ചയാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. ചെന്നൈയിലെ ഫസ്റ്റ് മെട്രോ കയറാൻ പോക്കാണ്. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ചെന്നൈയിൽ റോഡിലെത്തി. ഇതിൻ്റെ റോഡിൻ്റെ പേര് 1000 ലൈറ്റ് അങ്ങനെ എന്തോ എന്ന് പറയില്ല, 1000 ലൈറ്റ് 1000 വിളക്ക് അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ഇതിന്. നല്ല കിടലൻ റോഡ് കേട്ടോ ഗൈസ്. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് അടുത്തുള്ള ഒരു റൂമിൽ നമ്മൾ നിൽക്കിയതാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ബാഗും സാധനങ്ങളെല്ലാം നമ്മൾ ബെഡിലാണ് വെക്കിയതാണ്. പിന്നെ ടി വി ഇങ്ങനത്തെ കാര്യങ്ങളിലുണ്ട്, നല്ലത് തന്നെയാണ്, ഒരു കുഴപ്പമില്ലാത്ത നല്ല ഫ്രഷ് റൂം തന്നെയാണ്. അങ്ങനെ നമ്മളവിടെ നിന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട്, ഫ്രഷായി നമുക്ക് കടന്നു വാങ്ങാൻ പാടില്ല. സമയം ഇപ്പോൾ 12 മണിയാകാനേ. എന്തായാലും നമ്മളതിന് ഉറങ്ങട്ടെ ഗൈസ്, നമുക്ക് നാളെ രാവിലെ കാണാം. ഗൈസ് അങ്ങനെ രാവിലെ ഗൈസ് ചെന്നൈയിലുണ്ട്, കണ്ണല്ലോ തോന്നിട്ടുണ്ടോ? എണീച്ച പാടാണ്. സമയം 10 മണിയായി. നമ്മൾ രാവിലെ എണീച്ചിട്ടുള്ളൂ, നല്ല ലൈറ്റായിട്ടാണ് ഉറങ്ങിയത്. നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. അല്ലാതെ ഫുഡെല്ലാം കഴിച്ച് റൂമെല്ലാം എടുത്ത് സെറ്റപ്പാണ് വീടുണ്ട്. പിന്നെ വെച്ചാല് വീട് എത്തിയിട്ട് അതിൻ്റെ സ്റ്റേഷനിൽ എന്തോ തിരക്കെന്ന് അറിയോ, 1.5 തിരക്കാണ് കഴിച്ച്. ഇത്രയും ആളെന്ന് അറിയോ, അത്രയ്ക്കും ആൾ, കുറേ ആൾ, ഒരു പിടുത്തം കിട്ടുന്നില്ല. നമ്മളെ ബോസ് വന്നുകൊണ്ട് നമുക്ക് എല്ലാം എളുപ്പമായിട്ട് അങ്ങ് പോയി. ഇപ്പൊ രാവിലത്തെ വ്യൂ ഉണ്ടോ, ഇത്തരമുള്ള ഇവിടെ ഇറങ്ങിയ നല്ല എന്താ പറയാ, ബെസ്റ്റ് ഇമ്പ്രഷനാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം എന്താ ഭാഷ എന്നായിരിക്കും കാര്യം. നമ്മൾ മലയാളത്തിൽ സംസാരിക്കും, നമ്മൾ മലയാളത്തിൽ സംസാരിക്കും. അപ്പോൾ നമ്മൾ കണ്ണൂർ കാണിച്ചു കൊടുക്കണം, കണ്ണൂർ ഭാഷ. അപ്പം ഇനി നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്, നല്ല ഹോട്ടൽ തപ്പി പോകണം. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വരാം ഗൈസ്. നിങ്ങൾ ഓക്കെ ഗൈസ്, നല്ല മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ നല്ല ചൂടുള്ള ചായ. ഓക്കെ ഗൈസ്, ഒടുക്കത്തെ വീടാണ് 2 മണി. നെക്കത്തൊക്കെ ഊണ് കഴിക്കാൻ പോകാം.
കിട്ടുമെന്ന് വിചാരിക്കും. ചെന്നൈയിലെ കളികളാണ് മൊത്തത്തിൽ ഫലം. എന്തോ പണ്ടത്തെ എന്തെങ്കിലും പുരാണാവസ്ഥയായിട്ട് ഇരിക്കും. എല്ലാടെ ചാർത്തി വെച്ചിട്ടുണ്ട് കണ്ട വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതറിയുന്നവർ കമന്റ് ചെയ്യുക ഇതെന്താന്ന്, എന്ത് ബിൽഡിംഗ് ആണ്. പണ്ടത്തെ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ആയിരിക്കും. ലൊക്കേഷൻ കണ്ട് എടാ നമുക്ക് ചെന്നൈയിൽ മറ്റേ ക്യാഷ് ഔട്ട് ആക്കിയാലോ? ചെന്നൈയിൽ മറ്റേ ക്യാഷ് ഔട്ട് ആക്കിയാലോ? ആരെങ്കിലും എടുക്കട്ടെ. ചെന്നൈയിൽ ആരെങ്കിലും കണ്ടെങ്കിൽ നമുക്ക് പറ, നമുക്ക് ക്യാഷ് ഔട്ട് നമുക്ക് തുടങ്ങിയാലോ? ഇത് പറയും നമുക്ക് വെറൈറ്റി കണ്ടന്റ് പിടിക്കാം. ഗായ്സ് അങ്ങനെ ചെന്നൈയിൽ എത്തിയിട്ട് ചോറ് കഴിച്ചിട്ടാന്ന് പറയണ്ടല്ലോ, റൈസ്. ഇത് നേരെ നമ്മൾ നല്ല കപ്സല ചേർത്ത് ഇതല്ലേ പച്ചക്കറി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊന്നും സാധനമാടാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നോക്കിയാ ഇതോ പടവട്ടം നമ്മൾ പപ്പടം കിട്ടിയില്ല. ഗായ്സ് നമ്മളങ്ങനെ കഴിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ഗായ്സ്, ഇത് നമ്മൾ എന്താ പറയുക ഗവൺമെൻറ് സ്കൂളിലും കിട്ടുന്ന പോലത്തെ ഒരു കറിയാണ് ഗൈസ്. ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടുള്ള ടേസ്റ്റ് കുഴപ്പമില്ല. ഒരു ഇവിടെയുള്ള റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നല്ല കഷ്ടപ്പാടാണ്. അത്രയ്ക്കും വണ്ടിയുണ്ട്. നമ്മൾ വണ്ടിയൊന്നും കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞാൽ നടക്കൂല. വണ്ടിയിൽ നിർത്തിച്ചിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം, എന്നാലേ നടക്കും. ഇത്രയോ വണ്ടി എന്ന് പറയുക മെയിൻ റോഡൊന്നും റിസ്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്. ഏതോ സ്ട്രീറ്റിലൂടെ തേരാപ്പ ഒരു പണിയില്ലാണ്ട് കണ്ട 4 ഒരു പണിയില്ല, ഇന്നൊരു പണിയില്ല. മറ്റന്നാളെ പോലെ കുറച്ച് പണി അധികം ഉണ്ട്. ശരിയോട്ടോ. ഓക്കെ നമ്മളെന്തെങ്കിലും കൊണ്ട് പരിപാടി ഒപ്പിച്ചിട്ട് അതുവരെ നടക്കാൻ പറ്റും. അവസ്ഥ ഒന്ന് കാണണ്ടേ. ഓക്കെ ബൈ ഗായ്സ്. അങ്ങനെ നല്ല ലൈം കുടിച്ച് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഗായ്സ്. അങ്ങനെ ലൈം കുടിച്ച് നമ്മൾ തന്നെ നാളെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ഇരുന്നത്. ഓക്കെ ബൈ.